ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്നൊരു റിച്ച് പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് എന്നാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതൊരു നോൺ ആൽക്കഹോളിക് ഫ്രൂട്ട് കേക്കാണ്. ഓറഞ്ച് ജ്യൂസിലാണ് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നത് നോക്കാം. ഞാനിതിലേക്ക് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിതിലേക്ക് കുറച്ചധികം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ സ്ട്രോബെറി ഉണ്ട്, പിന്നെ കുറച്ച് ക്രാൻബെറി എടുത്തിട്ടുണ്ട്, കിവിയുണ്ട്. കിവി ഗ്രീനും യെല്ലോയും 2 കളറും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ചെറി, അതേപോലെ പ്ലമ്മും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർക്കണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ചേർത്ത് തയ്യാറാക്കാം. പിന്നെ ഞാൻ കുറച്ച് ബ്ലാക്ക് റേസിൻസ് എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. ഇതിൽ കൂടുതലായിട്ടും ചേർക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയും റേസിൻസും ആണ്. അപ്പോൾ റേസിൻസ് എടുക്കുമ്പോൾ അതെപ്പോഴും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതിൽ ധാരാളം പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴുകി ഒന്ന് ഉണങ്ങി വേണം ഇതിലേക്ക് ചേർക്കാൻ. പിന്നെ നട്ട്സായിട്ട് എടുത്തിരിക്കുന്നത് ആൽമണ്ട്സും കാഷ്യൂനട്ട്സുമാണ്. ഇതും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. അളവ് ഞാൻ പിന്നീട് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇതും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കിവി, പ്ലമ്മും, സ്ട്രോബെറി, ചെറി, ഡേറ്റ്സ് ഇത്രയുമാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ക്രാൻബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെച്ചേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് 1 കപ്പാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാത്രം എടുത്താൽ മതി. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെച്ച് എല്ലാം എടുത്താൽ തന്നെ നമുക്ക് 1 കപ്പ് കിട്ടും. അപ്പോൾ അത് 1 കപ്പ് കൃത്യം അളന്നെടുക്കുക. അതൊരു വലിയ ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഞാൻ 1/4 കപ്പ് ബ്ലാക്ക് റേസിൻസും 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയുമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനതിലേക്ക് 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഓറഞ്ച് ജ്യൂസിൻ്റെ അളവ് 3/4 കപ്പാണ്. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിലേക്ക് ആ ജ്യൂസ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1/4 കപ്പ് വീതം കാഷ്യൂനട്ട്സും ആൽമണ്ട്സുമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് 1.5 കപ്പും അത് 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തു. അതിലേക്ക് 1/2 കപ്പ് നട്ട്സുമാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ കാഷ്യൂനട്ട്സും ആൽമണ്ട്സും എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അത് ഇതിലേക്ക് ചേർക്കാം. ഇത് പക്ഷേ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് ചേർക്കണമെന്ന് മാത്രം. ഇനി നമുക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 3 ഏലക്ക, അതിൻ്റെ പുറമേയുള്ള തൊലി മാറ്റി സീഡ് മാത്രം ചേർത്തു. 1 കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണമാണത് 3-4 മുറിച്ചു, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഇത്രയും ചേർത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് എടുത്തു, അതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്തൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ ഉപ്പും ബേക്കിംഗ് പൗഡറും എല്ലാം ഒരുപോലെ മൈദയിലേക്ക് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അളന്നെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട് മിക്സിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചത് മാറ്റി വെക്കാം. നമ്മൾ ഈ ഫ്രൂട്ട്സ് ബാറ്ററിലേക്ക് ചേർക്കുന്ന സമയത്ത് അത് അടിയിലേക്ക് പോകാതെ എല്ലാം ഈവനായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് മൈദ ചേർത്ത് വെക്കുന്നത്. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ബട്ടർ ആയിരിക്കണം. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ക്രീം ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര സ്പൈസസും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അതുകൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കണം. ബട്ടർ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ ബട്ടറും ഷുഗർ പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ചേർക്കുന്നത് തേനാണ്. അത് 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ്,
ഇതെല്ലാം നമ്മുടെ കേക്കിനൊരു പ്രത്യേക ഫ്ലേവറും അതുപോലെ ഒരു ടേസ്റ്റും കൊടുക്കും. അതിന് കൂടെ ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജാം കുറച്ച് കട്ടിയായിരിക്കും, അത് ഇതിൻ്റെ കൂടെ യോജിപ്പിച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ആ വിസ്ക് കൊണ്ടൊന്ന് ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. അപ്പോൾ 3 മുട്ടയാണ് ഈ ഒരു അളവിലേക്ക് വേണ്ടത്. മുട്ട എടുക്കുമ്പോഴും എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. എല്ലാ ഇൻഗ്രീഡിയൻസും ഈ കേക്കിലേക്ക് ചേർക്കുന്നതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് ആയിരിക്കണം. അപ്പോൾ മുട്ട ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യുന്നതിലും ഓരോന്നോരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മുട്ട ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു. ഇനി രണ്ടാമത്തെ മുട്ട ചേർത്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് പതപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ മുട്ടയും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇരിക്കുന്ന ഒരു മുട്ടയും കൂടെ ചേർക്കാം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുട്ട എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഒരു ബാച്ചായിട്ട് തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു സ്പാച്ചില ഉപയോഗിച്ച് ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന മാവൊക്കെ ഒന്ന് താഴേക്ക് ആക്കിയിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമ്മൾ ചേർത്ത ആ സ്പൈസസിൻ്റെയും വാനില എസൻസിൻ്റെയും അതേപോലെ ഫ്രൂട്ട് ജാമിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ സാധാരണ കേക്കിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ള ഒരു കേക്കായിരിക്കും ഇത്. നമ്മൾ അത്രയധികം ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതവിടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇത്രയും ഒരുമിച്ച് ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് 2 ബാച്ചായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പകുതി ചേർത്തു, അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടുത്ത ബാച്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ വിസ്കിൻ്റെ ആവശ്യമില്ല. ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ച് സെസ്റ്റ് ആണ്. അതായത് ഓറഞ്ചിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ആ ഒരു തൊലി, ആ വൈറ്റ് ഭാഗം ഒട്ടും വരാതെ ചീയെടുത്ത് തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ കേക്കിന്. ഓൾറെഡി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഓറഞ്ച് സെസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പാണ്. കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ കേക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവരെ ആ വീഡിയോ നോക്കി കാരമൽ സിറപ്പ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് അധികം ചേർക്കുന്നില്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു കളറും കിട്ടും, എന്നാൽ കാരമലിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ടിൻ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കേക്ക് അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ കേക്ക് ബാറ്റർ ചേർക്കുക. ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ എല്ലാം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ മോൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് കാഷ്യൂ നട്ട്സും അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ കേക്ക് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇത് ഓപ്ഷണലാണ്. ഈ കേക്കിൻ്റെ മോൾ ഭാഗം പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഞാൻ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. അതിനായിട്ടൊരു കുക്കർ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിൻ വെച്ച് കൊടുക്കാം.
ഇനി കുക്കർ അടച്ച് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞ് ഏറ്റവും തീ കുറച്ച് സിമ്മിലാക്കി ബാക്കി സമയം ബേക്ക് ചെയ്യുക. ഒരു 45 മിനിറ്റ് മുതൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 65 മിനിറ്റാണ് എടുത്തത്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 60 മിനിറ്റ് സിമ്മിലും. അപ്പോൾ കേക്ക് വെന്തോന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. അതിൽ മാവൊന്നും പറ്റി പിടിക്കാതെ ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇതാ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നമ്മൾ സാധാരണ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ കിട്ടും. പക്ഷെ മുകൾ ഭാഗം അത്ര നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവില്ല, ചെറിയൊരു ലൈറ്റ് കളറായിരിക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമ്മൾ ചേർത്ത സ്പൈസസിൻ്റെയും ആ ഓറഞ്ചിൻ്റെയും വാനില എസൻസിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റിച്ച് പ്ലം കേക്കാണിത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്തു. നമ്മൾ ചേർത്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈവനായിട്ട് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.